വെൽക്കം ടു ഡീബ്രീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്മിത സി എഴുതിയിരിക്കുന്ന ഐന്ദ്രികം എന്ന നോവലാണ്. ഐന്ദ്രികം സ്മിത സിയുടെ ഞാൻ വായിക്കുന്ന രണ്ടാമത്തെ നോവലാണ്. ഫസ്റ്റ് പത്മദ്യുതം ആണ്. ഞാൻ അത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഐക്കാർഡ് ഇടുന്നതാണ്. അപ്പോൾ ഇത് സ്മിത സിയുടെ രണ്ടാമത്തെ നോവൽ, ഞാൻ വായിക്കുന്ന രണ്ടാമത്തെ നോവൽ. ഇതിന് മുമ്പ് ഒരു ചെറുകഥയും കൂടി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ ബുക്കായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കൈരളി ബുക്സ് ആണ്. ഇതിൻ്റെ വില 280 രൂപയാണ്. ഇതെനിക്ക് സ്മിത ബുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നതാണ്. വായിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഐന്ദ്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു പരിസരത്തുള്ള ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വായിച്ചിട്ടില്ലാത്ത, ഞാൻ നാർമടിപ്പുടവയാണ് ഇതുപോലെ ബ്രാഹ്മൺസിൻ്റെ കഥയായിട്ട്, അതായത് ബ്രാഹ്മണിക്കൽ അവിടുത്തെ സ്ത്രീകളുടെ കഥകളായിട്ട്, ബ്രാഹ്മിൺ സ്ത്രീകളുടെ കഥകളായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു നോവലാണ്. വിധവയായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് അവൻ്റെ അവർ സർവൈവ് ചെയ്യുന്ന ഒരു നോവലാണ് നാർമടിപ്പുടവ. അപ്പോൾ ആ നോവലാണ് ഞാൻ ആകെ കൂടിയിട്ട് ബ്രാഹ്മിൺ സ്ത്രീകളുടെ കഥയായിട്ട് വായിച്ചത്. ഇതും ഏകദേശം ബ്രാഹ്മിൺ സ്ത്രീകളുടെ കഥകൾ തന്നെയാണ് പറയുന്നത്. ഏകദേശം ഒരു 8 സ്ത്രീകളുടെ കഥകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടക്കം ഞാൻ എൻ്റെ ഒരു കഥയുടെ ആമുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഥാതന്തു പറയുകയാണെങ്കിൽ, ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു പോസ്റ്റ്മാൻ ഉണ്ട്. അദ്ദേഹത്തിന് ഇന്ദുഗോപൻ എന്നൊരു മകനുണ്ട്. അപ്പോൾ ഭാസ്കരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാനസിക സംഘർഷം മൂലം കുറേ നാൾ വയ്യാതെ കിടന്നിട്ടൊക്കെ മരിക്കുകയാണ്. അപ്പോൾ സർവീസിലിരിക്കുമ്പോൾ മരിച്ചു. അപ്പോൾ ആ സർവീസിലിരിക്കുമ്പോൾ മരിച്ചത് കൊണ്ട് അതേ ജോലി തന്നെ ഇന്ദുഗോപന് കിട്ടുകയാണ്. അങ്ങനെ ഒരു പാലക്കാടൻ ഗ്രാമത്തിൽ ഇന്ദുഗോപൻ വന്നു ചേരുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ മരണ ചടങ്ങുകൾ നടത്തുന്നതിന് മുന്നേ ഈ ഭാസ്കരേട്ടൻ്റെ കയ്യിൽ കുറേ അയക്കാത്ത കത്തുകൾ ഇവൻ്റെ അമ്മ കണ്ടുപിടിക്കുകയും, അതായത് ഭാസ്കരേട്ടൻ്റെ ഭാര്യ കണ്ടുപിടിക്കുകയും, അപ്പോൾ പറയുകയാണ് ഈ കത്തുകൾ വന്നത് ഇദ്ദേഹം കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസുഖം മൂലമാവാം. അപ്പോൾ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നീ അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ നീ അത് കൊണ്ടുവന്ന് കൊടുക്കണം. അതൊരു ആർക്കെങ്കിലും എന്തെങ്കിലും സന്തോഷ വാർത്തയാവാം, ദുഃഖ വാർത്തയാവാം, എന്തായാലും അവരത് കാത്തിരിക്കുന്ന വാർത്തകളായിരിക്കാം. അപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ദുഗോപനാണെങ്കിൽ അതിനുള്ള ധൈര്യം ഇല്ല താനും. ആ ഗ്രാമത്തിൽ വന്നു ചേർന്ന് പോസ്റ്റ്മാനായിട്ട് വന്നു ചേരുമ്പോൾ ഒരു എന്താ പറയുക, പ്രായത്തിൻ്റെ പക്വതക്കുറവും കാര്യങ്ങളൊക്കെ, ചെറുപ്പക്കാരനാണല്ലോ. അപ്പോൾ ഒരു വീട്ടിൽ എന്ത് കാര്യം പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ അയക്കാത്ത കത്ത് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു സംരംഭം ആൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഗ്രാമവുമായിട്ട് പരിചയപ്പെട്ടിട്ട് ഓരോ കത്തായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇതിലെഴുതിയിരിക്കുന്നത് ആ ഓരോ കത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കത്ത് കൊടുക്കുമ്പോൾ ആ വീട്ടിലുണ്ടാവുന്ന സംഭവം, അതാർക്കാണ് വന്നത്, അവരുടെ പിന്നമ്പുറ കഥകൾ, അങ്ങനെയാണ് 8 സ്ത്രീകളുടെ കഥകൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ സ്വന്തം, അതായത് കുടുംബത്തിന് പുറത്ത് സ്ത്രീകൾ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ ജോലി ഇഷ്ടമുള്ള ഹോസ്റ്റസ് ജോലിക്ക് വേണ്ടി പോകുന്ന പെൺകുട്ടിയുടെ കഥയുണ്ട്. 2 മക്കളില്ലാത്തവർക്ക് ഇരട്ട കുട്ടികളിൽ ഒരാളെ കൊടുക്കുകയും അതിൻ്റെ സങ്കടം ഇതാക്കുന്ന ഒരു കഥയുണ്ട്. പിന്നെ പഠിക്കുമ്പോൾ താഴ്ന്ന, അതായത് ബ്രാഹ്മണല്ലാത്ത ഒരു ആളെ കല്യാണം കഴിക്കുമ്പോൾ അവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, പിന്നെ വിധവയായിട്ട് ഉള്ള ഒരു സ്ത്രീയുടെ കഥ, വളരെ ചെറുപ്പത്തിൽ കുഞ്ഞായിട്ടുള്ളപ്പോൾ മരിക്കുന്ന, അങ്ങനെ ഒരുപാട് കഥകൾ. പിന്നെ നിറം കുറവിൻ്റെ കഥകൾ, അങ്ങനെ ഒരുപാട്. ഈ ബ്രാഹ്മൺ സ്ത്രീകൾ അവരുടെ അവസ്ഥ എന്താണ്, ആ കുടുംബത്തെ അവരാ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ദേവാർച്ച എന്ന അഗ്രഹാരത്തിൻ്റെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നതിൽ ഇതിൻ്റെ ഒരു ഭാസ്കരേട്ടന് എന്തുകൊണ്ട് ഈ മാനസിക അസുഖം വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് സ്റ്റോറി എന്ന് പറയുന്നത്. അത് നമുക്ക് പറയാനായിട്ട് മഹാഭാരതത്തിലെ അരവാൻ എന്ന് പറഞ്ഞ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഉലൂബിയിൽ അർജുനന് ഉണ്ടായ പുത്രനാണ് അറവാൻ. അപ്പോൾ അറവാന് ഏറ്റവും നല്ല പുരുഷന് ബലി കൊടുത്താൽ കുരുക്ഷേത്ര യുദ്ധം ജയിക്കും എന്ന് പറയുകയും അങ്ങനെ ഒക്കെ ഉള്ള ഒരു കഥയോട് കൂടിയിട്ടാണ് ഈ ഭാസ്കരേട്ടൻ്റെ കഥയും കൂടി പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള കഥ പറയുന്നത് ഐന്ദ്രിക, അതായത്
പുരുഷനായിരുന്നു, പിന്നെ സ്ത്രീയായി മാറിയ ഇന്ദ്രനാഥൻ എന്ന ഐന്ദ്രികയായി മാറിയ ഇന്ദ്രനാഥൻ്റെ കഥയും കൂടി കൂട്ടിയിട്ടാണ് ഈ ദേവാർച്ചയിലെ കഥ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് സങ്കടം തോന്നുന്നു. കാരണം ഈ അനുഷ്ഠാനങ്ങളൊക്കെ വെച്ച് വായിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ഇതിനകത്ത് സ്ത്രീകളാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഈ ബ്രാഹ്മിൺ സൊസൈറ്റിയുടെ അടുത്ത സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അത് എനിക്കറിയില്ല. അപ്പോൾ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണെങ്കിൽ അതൊരു ഭയങ്കര കഷ്ടപ്പെട്ട കാര്യമാണല്ലോ, അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിനകത്ത് തമിഴ് ഭാഷ, അതായത് ബ്രാഹ്മിൺസ് വീട്ടിൽ പറയുന്ന ഭാഷയും ഒക്കെ ആയിട്ടാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ എനിക്ക് പത്മദ്യൂതം വായിച്ചതിനേക്കാളും പത്മദ്യൂതമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഐന്ദ്രികത്തിനേക്കാളും. എനിക്ക് അതിനകത്ത് കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ടൊക്കെ തോന്നി. ഇതിനകത്ത് ത്രില്ലർ രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. പത്മദ്യൂതം നമുക്ക് പുരാണങ്ങളും കുറേ യാത്രകളും കുറേ അമ്പലങ്ങളുടെ കഥയും അതിൻ്റെ പിന്നാമ്പുറത്തെ കഥയും പിന്നെ കുറച്ചൊക്കെ ഒരു ഫാൻറ്റസി മോഡായിരുന്നു പത്മദ്യൂതത്തിൽ. ഇതിനകത്ത് റിയൽ സ്റ്റോറി കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ത്രീകളുടെ ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് ഇത്തിരി ഒരു വിഷമമായി പോയ ഒരു നോവലാണ്. കാരണം അതിനകത്ത് അവരുടെ അവസ്ഥയൊക്കെ ഭയങ്കര മോശമാണല്ലോ, അവർ ഇത്രയൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഐന്ദ്രികം എന്ന് പറഞ്ഞ നോവൽ. 8 സ്ത്രീ കഥാപാത്രങ്ങളും അതായത് ഈ കത്തുകൾ കിട്ടുമ്പോൾ അവരുടെ കഥകൾ വിവരിക്കുകയാണ് ഇതിൽ. അപ്പോൾ ആ എഴുത്തിരി എന്താ പറയുക, കഥ പറയുന്ന രീതി എനിക്ക് എഴുത്തല്ല ഇഷ്ടമായത്, ആ ഓരോ കഥയായിട്ട് പറഞ്ഞു വരുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. എഴുത്ത് കുറച്ചും കൂടിയൊക്കെ ഇത്രയും കൂടിയും ആ ഒരു പ്രോസ് നന്നാക്കാനുണ്ട്. അത് ഇനിയും വരുന്ന പുസ്തകങ്ങളിൽ സ്മിത നന്നാക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.